ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ സന്ധ്യാസമയത്തിനായി കർത്താവിനെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഇവാഞ്ചലിയോൻ മ്യൂസിക് പ്രോഗ്രാമിൻ്റെ 152ാമത് എപ്പിസോഡിലേക്ക് വന്നു ചേർന്നിരിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷയ്ക്കായി കടന്നുവന്ന പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ നാമത്തിൽ ഒരു വാക്കിൽ പരിചയപ്പെടുത്തുന്നു. ഇന്ന് ഗാനങ്ങൾ ആലപിക്കുവാൻ ഇവിടെ എത്തിയിട്ടുള്ളത് കർത്തൃ ശുശ്രൂഷയിൽ ഗാനരംഗത്ത് ശോഭിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരൻ റിജി പി മാത്യു ചെങ്കുളം അവர்களാണ്. മുമ്പും ഇവിടെ കടന്നു വരുവാനും പല പ്രാവശ്യം ഈ ശുശ്രൂഷയിൽ പങ്കെടുപ്പാനും തനിക്കിടയായിട്ടുണ്ട്. ഇന്ന് തന്നിൽ കൂടി മനോഹരമായ ഗാനങ്ങൾ കേൾക്കുവാൻ കഴിയുന്നതാണ്. കർത്തൃദാസനെ ഇന്നത്തെ ശുശ്രൂഷയ്ക്കായി കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ലഘുസന്ദേശം അറിയിപ്പാനും ഈ ശുശ്രൂഷ നിയന്ത്രിക്കുവാനുമായി എത്തിയിരിക്കുന്നത് കർത്താവിൽ പ്രസിദ്ധ സുവിശേഷനായ ബിജു പി ചാക്കോ ചെങ്കുളം അവர்களാണ്. പ്രിയപ്പെട്ടവരും മുമ്പ് ഇവിടെ പ്രവാസം വന്നിട്ടുണ്ട്. തന്നെയും ഇന്ന് ലഭിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസനെ ഇന്നത്തെ ശുശ്രൂഷയ്ക്കായി സ്വാഗതം ചെയ്യുന്നു. ഗാനങ്ങൾക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കുന്നത് എല്ലാ ആഴ്ചയിലും ഇവിടെ തന്നെ ഞങ്ങളുടെ മകൻ സുജിത് സുനിൽ കൊട്ടാരക്കരയാണ്. പ്രിയമകനെയും കർത്താവിന്റെ നാമത്തിൽ ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുവാൻ തൊക്കണം ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്നത് ജിജിൽ കൊട്ടാരക്കരയാണ്. പ്രിയമകനെയും ഒപ്പം സഹാരിയായ എബിനെയും കർത്താവിന്റെ നാമത്തിൽ ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് സ്വാഗതം ചെയ്യുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ കാണുകയും കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ കർത്താവ് ദാസൻ ബിജു പി ചാക്കോ മുന്നോട്ട് വന്ന് പ്രാർത്ഥിച്ച് ശുശ്രൂഷ ആരംഭിക്കുകയും തുടർന്നുള്ള ശുശ്രൂഷകൾ അദ്ദേഹം തന്നെ നിയന്ത്രിക്കുകയും ചെയ്യുന്നതായിരിക്കും. കർത്താവ് ദാസനെ ക്ഷണിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യാസമയം കൂടെ അവർ നൽകിയതിനായ നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ പല മണിക്കൂറിൽ അടിങ്ങളായിരുന്ന സ്ഥാനത്ത് ഞങ്ങൾ എല്ലാവരെയും ക്ഷേമത്തോടെ അവർ സൂക്ഷിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഇത്രത്തോളം അവിടുത്തെ കൃപയുടെ മറവിൽ ആയിരിക്കാൻ നിങ്ങളെ അനുവദിച്ചതിനായിട്ട് തിരുനാമത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു. വിശുദ്ധ കർത്താവെ, ഇവിടെ വെച്ച് നടത്തപ്പെടുന്ന ഈ എപ്പിസോഡിൻ്റെ 152ാമത്തെ പ്രോഗ്രാമിലേക്ക് കടന്നു വരുവാൻ സ്വർഗ്ഗദൈവം ഇടയാക്കി തീർത്ത അവിടുത്തെ വലിയൊരു കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളൊക്കെ കർത്താവെ, ഈ ശുശ്രൂഷയെ ദൈവം മാനിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. അനേകരുടെ ജീവിതത്തിന് ആശ്വാസവും പ്രത്യാശയും ഉളവാക്കുന്നതായി തീരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇടയാക്കിയത് ഓർത്തുകൊണ്ട് പുനഃനാമം നന്ദിയോടെ സ്തോത്രം. വിശുദ്ധ കർത്താവ് ശുശ്രൂഷയ്ക്ക് അതേ കർത്താവ് നേതൃത്വം വഹിക്കുന്ന അവിടുത്തെ ദാസനെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ആവശ്യമായ എല്ലാ ദൈവവും കർത്താവ് കൊടുത്ത് ധാരാളമായ കർത്താവ് സഹായിക്കുന്നതോടെ സ്തോത്രം. കഴിഞ്ഞ കാലം കർത്താവ് ശുശ്രൂഷ സഹകരിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവർക്ക് വേണ്ട എല്ലാ ദൈവകൃപയും നൽകി അവിടുന്ന് സഹായിക്കുന്ന നന്ദിയോടെ സ്തോത്രം. വിശുദ്ധ കർത്താവ് ഇന്ന് ശുശ്രൂഷയെ സംബന്ധിക്കുന്ന ദാസന്മാർക്ക് നന്ദിയോടെ സ്തോത്രം. ഗാനങ്ങൾ ആലപിക്കുന്ന ദാസനായ നന്ദിയോടെ സ്തോത്രം. ആവശ്യമായ കൃപ കർത്താവ് നൽകി അവിടെ സഹായിക്കാൻ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അതുപോലെ കർത്താവെ, മറ്റോരോ പ്രോഗ്രാം ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കാൻ നന്ദിയോടുകൂടെ സ്തോത്രം. ഇന്ന് കർത്താവ് ഇവിടെ നടക്കുന്ന പ്രോഗ്രാമിന്മേൽ അവിടുത്തെ ദിവ്യ സാന്നിധ്യം പകർന്ന് അവിടെ നിങ്ങൾ അനുഗ്രഹിക്കാൻ നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ കുറവുകളൊക്കെ ഞങ്ങളോട് ക്ഷമിക്കണമേ. പുത്രനാമത്തെ ഞങ്ങളെ മഹത്വപ്പെടുത്തണമേ. അവിടെ ജീവിക്കുന്ന മഹാദൈവമായിരിക്കുന്നതോടെ സ്തോത്രം. അവിടുത്തെ നാമം മാത്രം ഇന്ന് രാത്രി ഉയർത്തപ്പെടുവാൻ സ്വർഗ്ഗം ഇടയാക്കി തീർക്കണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഉയർത്തപ്പെട്ടാൽ അനേകർ എങ്കിലേക്ക് ആകർഷിക്കപ്പെടുന്നുള്ള തിരുവനന്തപുരത്തിനായ നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ ഉയർത്തുവാൻ ഇളിവരാളികളെ കർത്താവ് സഹായിക്കണമേ. ഞങ്ങളുടെ കുറവുകളോട് ക്ഷമിക്കണമേ. പുത്രനാമത്തെ മഹത്വപ്പെടുത്തണം. പ്രാർത്ഥന യോടെ സ്തോത്രം. കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തെ ചോദിക്കുമ്പോൾ ദയോട് കേൾക്കണമേ സ്വർഗ്ഗസ്ഥ പിതാവേ. ആമേൻ. കർത്താവിന്റെ വിലയേറിയ നാമത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹീതമായിരിക്കുന്ന സായാഹ്ന സമയത്തിനായി കർത്താവിനെ സ്തുതിക്കട്ടെ. ഈ നിലയിൽ ഇവിടെ നടക്കുന്ന എപ്പിസോഡിൻ്റെ 152ാമത്തെ പ്രോഗ്രാമിലേക്ക് കടന്നു വരുവാൻ സ്വർഗ്ഗദൈവം ഇടയാക്കി തീർത്ത ദൈവകൃപയ്ക്കായിട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ അളവറ്റ കൃപ ഈ ശുശ്രൂഷയുള്ളത് ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഒട്ടനവധിയായിരിക്കുന്ന ശുശ്രൂഷകൾ അനേക ദൈവദാസന്മാർക്ക് ഗായകർക്ക് കടന്നു വന്ന് സംബന്ധിക്കുവാൻ
അത് ആത്മീയ ഗോളത്തിന് അനുഗ്രഹമാക്കി തീർത്തു ഓർത്തുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇന്നും നാം ദൈവസ്ഥലായിരിക്കുമ്പോൾ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ലീലവതമായ കൃപകളും നമുക്ക് അനുഭവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥനയോടുകൂടെ സഹകരിക്കണമെന്ന് ദൈവനാമത്തെ ഓർപ്പിക്കുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളായിരുന്നുകൊണ്ട് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ മാന്യ സഹോദരങ്ങൾക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹം അറിയിക്കുകയാണ്. ദൈവം എല്ലാവരെയും ഫലമായിട്ട് സഹായിക്കട്ടെ. തുടർന്ന് അനുഗ്രഹീതമായിരിക്കുന്ന കാര്യം നാം ശ്രദ്ധിക്കാൻ വേണ്ടി പോകുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പാട്ടിന് അതിൻ്റെതായിരിക്കുന്ന പ്രാധാന്യമുണ്ട്. നമ്മുടെ ജീവിതത്തെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുവാൻ മനോഹരമായ ഗാനങ്ങൾക്ക് കഴിയും എന്നുള്ളതിന് രണ്ട് പക്ഷമില്ല. നാം ഏകരായിട്ടിരിക്കുമ്പോഴൊക്കെ പലപ്പോഴും നാം അനുഗ്രഹീതമായിരിക്കുന്ന ഗാനങ്ങൾ പാടി നാം ദൈവത്തിനെ ആശ്വസിക്കാറുണ്ട്. ആ നിലയിൽ ഗാനങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാധീനമുണ്ട്. അത് നമ്മെ വളരെ ആശ്വസിപ്പിക്കുന്നതാണ്, സന്തോഷിപ്പിക്കുന്നതാണ്. നമ്മെ സഹായിക്കട്ടെ. പ്രാരംഭമായിട്ട് നാം ദൈവസ്ഥലായിരിക്കുമ്പോൾ യേശുവേ ആ പൊൻമുഖം കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏതൊരു വിശ്വാസിയുടെയും ജീവിതത്തില് വലിയ ആവേശം നൽകുന്ന ഒരു കാര്യമാണ് കർത്താവിൻ്റെ പൊന്മുഖം കാണുക എന്നുള്ളത്. ഇന്ന് നാം കർത്താവിനെ വിശ്വാസത്താലാണ് കാണുന്നത്. എന്നാൽ ഒരു ദിവസം നാം കർത്താവിനെ നേരിൽ കാണും. അവൻ്റെ പൊന്മുഖം, ആ തേജസ്സേറിയ മുഖം നാം കണ്ട് കർത്താവിലെ ആനന്ദിക്കുന്ന, കർത്താവ് സന്തോഷിക്കുന്ന ആ സമാഗതമായിരിക്കുകയാണ്. കർത്താവിന്റെ മടങ്ങിവരവ് ഏറ്റവും അടുത്തു എന്നുള്ളതാണ്. ദൈവം നമ്മെ ഓർപ്പിക്കുന്നത് ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, അന്ന് കർത്താവിന്റെ പൊന്മുഖം, ആ തേജസ്സേറിയ മുഖം, ആ ശോഭയുള്ള മുഖം നാം കണ്ട് സന്തോഷിക്കുന്ന, അവൻ നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്ന ആ പ്രത്യേക നിമിഷത്തിലേക്ക് നാം ചെന്ന് ചേരും. പ്രിയപ്പെട്ടവരെ, അതിലേക്ക് ആശ്വാസം നൽകുന്ന, പ്രത്യാശ നൽകുന്ന, അനുഗ്രഹീതമായിരിക്കുന്ന ഗാനം കർത്താവിൻ്റെ ദാസൻ ബ്രദർ റെജി പി മാത്യു നമുക്ക് വേണ്ടി ആലപിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. യേശുവേയാ പൊന്മുഖം കാൺമാ പ്രത്യാശയോടെ കാത്തിടുന്നു പാരിടെ ഞങ്ങൾ. യേശുവേയാ പൊന്മുഖം കാൺമാ പ്രത്യാശയോടെ കാത്തിടുന്നു പാരിടെ ഞങ്ങൾ. യേശുവേയാ പൊന്മുഖം കാൺമാ പ്രത്യാശയോടെ കാത്തിടുന്നു പാരിടെ ഞങ്ങൾ.
യേശുവേയാ പൊന്മുഖം കാൺമാൻ പ്രത്യാശയോടെ കാത്തിടുന്നു പാരിടെ ഞങ്ങൾ. കാഹളത്തിൻ നാദം മുഴങ്ങും നോടിയിടയിൽ സത്യസഭ എത്തിടും വാനിൽ. മാനവറ പൂകിടും നമ്മൾ പ്രിയനോടുകൂടെ ചൊല്ലിടും എൻ സങ്കടമെല്ലാം. കാഹളത്തിൻ നാദം മുഴങ്ങും നോടിയിടയിൽ സത്യസഭ എത്തിടും വാനിൽ. മാനവറ പൂകിടും നമ്മൾ പ്രിയനോടുകൂടെ ചൊല്ലിടും എൻ സങ്കടമെല്ലാം. മണവറയ്ക്കകത്ത് കാന്തനോടു ചേർന്നു വാഴും ആ മനോഹര സുദീനം ഹന്തയെന്തു ചന്തമോർത്താൽ. ആ മണവറയ്ക്കകത്ത് കാന്തനോടു ചേർന്നു വാഴും ആ മനോഹര സുദീനം ഹന്തയെന്തു ചന്തമോർത്താൽ. യേശുവേയാ പൊന്മുഖം കാൺമാൻ പ്രത്യാശയോടെ കാത്തിടുന്നു പാരിടെ ഞങ്ങൾ. കോടി ശുദ്ധരുമൊത്ത് വാണിടും നമ്മൾ ആയിരമാതിത്തര തന്നിൽ. കഷ്ടമില്ല ദുഃഖവുമില്ല എത്ര മോദം യേശുനാഥൻ രാജാവാകുമ്പോൾ. കോടി ശുദ്ധരുമൊത്ത് വാണിടും നമ്മൾ ആയിരമാണ്ടിത്തര തന്നിൽ. കഷ്ടമില്ല ദുഃഖവുമില്ല എത്ര മോദം യേശുനാഥൻ രാജാവാകുമ്പോൾ. വെള്ള സിംഹാസനമുണ്ട്, അന്ത്യനായ വിധിയുമുണ്ട്, 5 കിരീടങ്ങളുണ്ട് സത്യസേവ ചെയ്തവർക്ക്. വെള്ള സിംഹാസനമുണ്ട്, അന്ത്യനായ വിധിയുമുണ്ട്, 5 കിരീടങ്ങളുണ്ട്
ചെയ്തവർക്ക് യേശുവേയാ പൊന്മുഖം കാൺമാൻ പ്രത്യാശയോടെ കാത്തിടുന്നു പാരിടേ ഞങ്ങൾ. ആശയോടെ കാത്തിടുന്നു യേശുനാഥ വേഗം വരണേ. ആശയോടെ കാത്തിടുന്നു യേശുനാഥ വേഗം വരണേ. യേശുവേയാ പൊന്മുഖം കാൺമാൻ പ്രത്യാശയോടെ കാത്തിടുന്നു പാരിടേ ഞങ്ങൾ. പൊന്മുഖം കാൺമാൻ പ്രത്യാശയോടെ കാത്തിടുന്നു പാരിടേ ഞങ്ങൾ. കർത്താവിന് മഹത്വം. നമ്മുടെ പ്രത്യാശയെ വർദ്ധിപ്പിക്കുന്ന അനുഗ്രഹീതമായിരിക്കുന്ന ഗാനമാണ് പ്രസിദ്ധിപ്പാൻ കഴിഞ്ഞത്. പ്രിയരെ, നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ ലോകം നമുക്ക് അനുകൂലമല്ല. ലോകം നമ്മെ പകയ്ക്കും. എന്നാൽ നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ ആദരിക്കുന്ന, നമ്മോട് കൂടെ വരുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. ലോകം വെറുത്തവർ യേശുവോട് ചേർന്ന് എപ്പോഴും ആശ്വസിക്കും. അതെ പ്രിയപ്പെട്ടവരെ, ലോകം തൻ്റെ ദൈവജനത്തെ വെറുത്താലും കർത്താവിനോട് ചേർന്നിരുന്ന ആശ്വാസം പ്രാപിക്കുവാൻ ദൈവമക്കൾക്ക് കഴിയുന്നുണ്ട്. കാരണം യേശു നമ്മുടെ പക്ഷമായിട്ടുണ്ട്. അവൻ നമ്മുടെ ചാരത്തുണ്ട്. അവൻ നമ്മോടുകൂടിയുണ്ട്. കർത്താവ് പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. അതെ, ആ കർത്താവ് ഇന്നും നമ്മോട് കൂടെയുണ്ട്. അവൻ്റെ സാന്നിധ്യം, അവൻ്റെ കൃപ നമുക്ക് ധാരാളമായിട്ട് അനുഭവിപ്പാൻ ദൈവമിടയാക്കുന്നോർത്തുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രിയരെ, നാം കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ മാത്രമാണ് നമ്മുടെ ദുഃഖങ്ങൾ മാറുന്നത്, പ്രയാസങ്ങൾ മാറുന്നത്, ദുരിതങ്ങൾ മാറുന്നത്. എന്നാൽ ഇത് നാം ലോകത്തിലായിരിക്കുമ്പോൾ ദുഷ്ടർ പരിഹാസം അതെ നമുക്കെതിരായിട്ട് ഓതും. എങ്കിലും നാം തളരാതെ ആ നല്ല രക്ഷകന്റെ പൊന്മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആ കർത്താവിൽ പ്രത്യാശയുള്ളവരായി ജീവിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതേ ആശയം കൊള്ളുന്ന ഒരു അനുഗ്രഹമായിരിക്കുന്ന ഗാനം നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. യേശുവൻ പക്ഷമായി തീർന്നതിനാൽ എന്തോ ഒരാനന്ദം ഈ ഭൂമിയിൽ വാസം. കർത്താവിന്റെ ദാസൻ
തീർന്നതിനാൽ എന്തൊരാനന്ദം ഈ പൂവിൽ വാസം. എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കുന്ന. എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കുന്ന. ലോകം വെറുത്തവർ യേശുവോട് ചേർന്നിരുന്നെപ്പോഴും ആശ്വസിക്കും. ഭാഗ്യകനാൻ ചേരും വരെ കാത്തിടണം. ഭാഗ്യകനാൻ ചേരും എന്തൊരാനന്ദമീ പൂവിൽ വാസം. എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കുന്ന. എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കുന്ന. ക്ഷേമം ചൊല്ലിയാലും ദുഷ്ടർ പരിഹാസം ഓതിയാലും ലോകക്ഷേമം ചൊല്ലിയാലും ദുഷ്ടർ പരിഹാസം ഓതിയാലും എൻ പ്രാണനാഥൻ പോയതായ പദമതി. പ്രാണനാഥൻ പോയതായ പദമതി. യേശു എൻ പക്ഷമായി തീർന്നതിനാൽ എന്തൊരാനന്ദമീ പൂവിൽ വാസം. യേശു എൻ പക്ഷമായി തീർന്നതിനാൽ എന്തൊരാനന്ദം ഈ പൂവിൽ വാസം. എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കുന്ന. എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കുന്ന.
പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമീ ഭൂവിൽ വാസം. യേശുവിൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദം ഈ ഭൂവിൽ വാസം. പ്രൈസ് ലോർഡ്. നമ്മുടെ കർത്താവിനോട് കൂടെ വസിക്കുക എന്ന് പറയുന്നത് ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ച് ആവേശം നൽകുന്ന കാര്യമാണ്. ഇന്ന് നാം ലോകത്തിൽ പരദേശവാസികളാണ്, പ്രവാസികളാണ്. ഈ പ്രവാസകാലം അത് എത്രയും പെട്ടെന്ന് തീരും എന്നുള്ളതിന് രണ്ട് പക്ഷമില്ല. നമുക്ക് മുമ്പായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന വിശുദ്ധന്മാർ അവരക്കരെ നാട്ടിൽ ഇരുന്നുകൊണ്ട് നമ്മെയും അവർ ക്ഷണിക്കുകയാണ്. നിങ്ങളും എത്രയും പെട്ടെന്ന് കടന്നു വരിക. നമുക്കൊന്നിച്ച് നമ്മുടെ പ്രാണപ്രിയനെ, നമ്മുടെ വീണ്ടെടുപ്പുകാരന് നമുക്ക് മഹത്വപ്പെടുത്താം, അവനെ ആരാധിക്കാം. അതേ പ്രിയപ്പെട്ടവരെ, ആ നിലയിൽ നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നത് ദൈവത്തെ സംബന്ധിച്ച് എന്നും പ്രത്യാശയുള്ളവർന്ന കാര്യമാണ്. ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ അനവധിയായിരിക്കുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും കഷ്ടങ്ങളും രോഗങ്ങളും അടിക്കടിയായിട്ട് അലയടിച്ചുയരുമ്പോഴും അതിൻ്റെ നടുവിലും തളരാതെ, പ്രത്യാശ ചോർന്നു പോകാതെ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ മുന്നോട്ട് പോകുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് നാം കർത്താവിനോട് കൂടെ ഒരു ദിവസമായിരിക്കും. ഇഹത്തിലെ സകല ദുരിതങ്ങളും തീരും. നമ്മുടെ കർത്താവിൽ നാം സന്തോഷിക്കും. ആ പ്രത്യാശ തുറമുഖത്ത് ദേവപുരവാസികളോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കുന്ന, കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ആ സമയങ്ങൾ എണ്ണി എണ്ണി നാം പാർക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ ആ പ്രത്യാശ നൽകുന്ന അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ഗാനം തുടർന്ന് നമ്മൾ ശ്രദ്ധിക്കാം. ദേവസുത സന്തതികളെ വിശുദ്ധരെ എന്നുള്ള അനുഗ്രഹീതമായിരിക്കുന്ന ഗാനം കർത്താവിന്റെ ദാസൻ റെജി പി മാത്യു നമുക്ക് വേണ്ടി ആലപിക്കുന്നു. ദേവസുത സന്തതികളെ വിശുദ്ധരെ, ദേവപുരവാസികളോടെന്നും ചേർന്നിടും ശോഭനപുരമതിൽ രാജനോടു കൂടെ നാം, ശോഭനപുരമതിൽ രാജനോടു കൂടെ നാം മോദാൽ വസിപ്പാൻ പോകാം നമുക്ക്, മോദാൽ വസിപ്പാൻ പോകാം നമുക്ക്. ദേവസുത സന്തതികളെ വിശുദ്ധരെ, ദേവസുത സന്തതികളെ വിശുദ്ധരെ, ദേവപുരവാസികളോടെന്നു ചേർന്നിടും, ദേവപുരവാസികളോടെന്നു ചേർന്നിടും ശോഭനപുരമതിൽ രാജനോടു കൂടെ നാം, ശോഭനപുരമതിൽ രാജനോടു കൂടെ നാം പോകാം നമുക്ക്.
അക്കരെ നാടെത്തിയ വിശുദ്ധ സംഘക്കാർ, അക്കരെ നാടെത്തിയ വിശുദ്ധ സംഘക്കാർ കാത്തുപാർക്കുന്നുണ്ട് നാം ചേർന്നിടുവാനായി, കാത്തുപാർക്കുന്നുണ്ട് നാം ചേർന്നിടുവാനായി. ആനന്ദകരം നീട്ടി ഏറ്റം പുഞ്ചിരി തൂകി, ആനന്ദകരം നീട്ടി ഏറ്റം പുഞ്ചിരി തൂകി. വിളിച്ചിടുന്നു പോകാം നമുക്ക്, വിളിച്ചിടുന്നു പോകാം നമുക്ക്. ദൂതസംഘം ഹല്ലേലൂയ പാടിയാർക്കുന്നു, ദൂതസംഘം ഹല്ലേലൂയ പാടിയാർക്കുന്നു. വിശ്രമം കൂടാതെ കെറൂബി സാഫികളിതാ, വിശ്രമം കൂടാതെ കെറൂബി സാഫികളിതാ. ഗീതമോദമോടെന്നും വാഴ്ത്തിയിടുന്നു പരനേ, ഗീതമോദമോടെന്നും വാഴ്ത്തിയിടുന്നു പരനേ. പോകാം നമുക്ക് സിയോൻ പുരിയിൽ, പോകാം നമുക്ക് സിയോൻ പുരിയിൽ. തേജസ്സിൽ വിളങ്ങിടും സ്വർണ്ണ, തുല്യമില്ല തേജസ്സിൽ വിളങ്ങിടും സ്വർണ്ണ. പട്ടണക്കാരായവരെ എന്നു കണ്ടിടും, പട്ടണക്കാരായവരെ എന്നു കണ്ടിടും. മുത്തുഗോപുരങ്ങളാൽ ശോഭന തെരുക്കളെ, മുത്തുഗോപുരങ്ങളാൽ ശോഭന തെരുക്കളെ. കാണുന്നുണ്ടതിൻ പ്രഭാപുരത്തെ, കാണുന്നുണ്ടതിൻ പ്രഭാപുരത്തെ. അന്ധതയാകന്നനന്ദ നിത്യരാജ്യമേ, അന്ധതയാകന്നനന്ദ നിത്യരാജ്യമേ. ഇഹേ അന്ധകാര സിന്ധുവിലുഴന്നിടുന്നു, ഇഹേ അന്ധകാര സിന്ധുവിലുഴന്നിടുന്നെങ്ങൾ. എന്നെ യച്ചിടും തവ നീതിയിൽ കതിരോരേ, എന്നെ യച്ചിടും തവ നീതിയിൽ കതിരോനേ. താമസിക്കല്ലേ സിയോൻ രാജാവേ, താമസിക്കല്ലേ സിയോൻ രാജാവേ. ദേവസുത സന്തതികളെ വിശുദ്ധരേ, ദേവസുത സന്തതികളെ വിശുദ്ധരേ. ദേവപുരവാസികളോടെന്നു ചേർന്നിടും, ദേവപുരവാസികളോടെന്നു ചേർന്നിടും. ശോഭനപുരമതിൽ രാജനോട് കൂടെ നാം, ശോഭനപുരമതിൽ രാജനോട് കൂടെ നാം.
പ്രൈസ് ലോർഡ്. നമ്മുടെ ജീവിതയാത്രയിൽ ഈ മരുഭൂമിയാത്രയിൽ പലപ്പോഴും നാം ഏകായിട്ട് മുന്നോട്ട് പോകുന്നവരാണ്. ജീവിതത്തിൽ പലവിധമായ ശോധനകൾ, വൻ ഭാരങ്ങൾ നാം അനുഭവിക്കുന്നവരാണ്. ജീവിതത്തിന്റെ ഏകാന്തതയിൽ പലപ്പോഴും നമ്മുടെ ഉറ്റവരും ഉടയവരും നമ്മെ കൈവിട്ടു എന്ന് വന്നേക്കാം. ആരും നമുക്ക് ആശ്രയമായിട്ട് ഉണ്ടായെന്ന് വരികയില്ല. ഈ സമയങ്ങളൊക്കെ നാം തനിച്ച് ആയിരിക്കുമ്പോൾ, എന്തു ചെയ്യണം എന്ന് നാം ഭാരപ്പെടുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമുക്ക് ആശ്വാസം നൽകുവാൻ, നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ, നമ്മോട് കൂടെ നടക്കുവാൻ ഒരു നല്ല നായകൻ നമുക്കുണ്ട്. ആ കർത്താവിൻ്റെ കരവലയത്തിൽ ഞാനും നിങ്ങളും ആയിരിക്കുന്നത് കൊണ്ട് നമുക്കൊന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ടതായിട്ടില്ല. ഉള്ളം കലങ്ങിടുമ്പോൾ, ഉറ്റവർ മാറിടുമ്പോൾ, ഉന്നതനായ കർത്താവ് നമ്മുടെ കരത്തിൽ പിടിച്ച് അവൻ നമ്മോട് പറയും, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നീറുന്ന വേദനയിൽ, പ്രതിസന്ധിയിൽ, കഷ്ടതയിൽ നമ്മോട് കൂടെ നമ്മെ സഹായിക്കുന്ന മാറ്റമില്ലാത്തവനായ, മാറയെ മധുരമാക്കി മാറ്റുന്ന ആ കർത്താവിൻ്റെ മാർവിൽ ചാരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ മരുഭൂമി യാത്ര വളരെ കഠിനമേറിയതാണ്, പ്രതികൂലങ്ങൾ നിറഞ്ഞതാണ്. എന്നാൽ അവിടെയും നമ്മോടൊപ്പം കൂടെ നടക്കുന്ന നല്ല സഹായകനായ, സഹയാത്രകനായ നമ്മുടെ കർത്താവിന് നമുക്ക് നന്ദിയോടെ സ്തുതിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കട്ടെ. ആശയം വരുന്ന ഒരു അനുഗ്രഹമായിരിക്കുന്ന കാരണം നമുക്ക് ശ്രദ്ധിക്കാം. നീ മതി എന്നേശുവേ ഈ മരുഭൂ യാത്രയിൽ കൂടെ നടന്നിടുവാൻ, കണ്ണുനീർ തുടച്ചിടുവാൻ. അതേ പ്രിയപ്പെട്ട, നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്ന കർത്താവിനോട് കൂടെ നമുക്ക് മുന്നോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കട്ടെ. ഈ അനുഗ്രഹീതമായിരിക്കുന്ന ഗാനം കർത്താവിൻ ദാസൻ ഈട്ടിക്കൽ കുഞ്ഞുവൻ അവർ നമുക്കായി ആലപിക്കും.
എന്നേശുവേ ഈ മരുഭൂയാത്രയിൽ കൂടെ നടന്നിടുവാൻ കണ്ണീർ തുടച്ചിടുവാൻ കൂടെ നടന്നിടുവാൻ കണ്ണീർ തുടച്ചിടുവാൻ. ഉള്ളം കലങ്ങിടുമ്പോ ഉറ്റവർ മാറിടുമ്പോ ഉള്ളം കലങ്ങിടുമ്പോ ഉറ്റവർ മാറിടുമ്പോ ഉന്നത നന്ദനേ എനിക്കാശ്രയം ഉന്നത നന്ദനേ എനിക്കാശ്രയം നീ മതി എന്നേശുവേ ഈ മരുഭൂയാത്രയിൽ മറ്റാരുമില്ലിതുപോ നീ മതി എന്നേശുവേ ഈ മരുഭൂയാത്രയിൽ കൂടെ നടന്നിടുവാൻ കണ്ണീർ തുടച്ചിടുവാൻ നീ മതി എന്നേശുവേ ഈ മരുഭൂയാത്രയിൽ കൂടെ നടന്നിടുവാൻ കണ്ണീർ തുടച്ചിടുവാൻ കൂടെ നടന്നിടുവാൻ കണ്ണീർ തുടച്ചിടുവാൻ.
കർത്താവിന് മഹത്വം. അനുഗ്രഹീതമായിരിക്കുന്ന ഗാനങ്ങൾ നാം കേട്ട ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണല്ലോ. കർത്താവിൻ്റെ ദാസന്മാർക്ക് ദൈവം ധാരാളമായ കൃപ നൽകുന്നു ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. തുടർന്ന് നാം അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ഗാനം ശ്രദ്ധിപ്പാനായിട്ട് പോവുകയാണ്. കർത്താവിൻ്റെ ദാസൻ യോസഫ് എഴുതിയ ഒരു ഗാനമാണ് നാം കേൾക്കാണ്ട് പോകുന്നത്. 68-ാം സങ്കീർത്തനം ആസ്പദമാക്കി താൻ രചിച്ച ഈ അനുഗ്രഹീതമായിരിക്കുന്ന ഗാനം വിജയത്തിൻ്റെയും മഹത്വത്തിൻ്റെയും ഒരു സങ്കീർത്തനമാണ് എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവമക്കൾക്ക് എന്നും ഇഹലോകത്തിൽ പരാജയമാണ് എന്ന് തോന്നിയാലും അതിൻ്റെ ഒടുവിൽ ദൈവം നമുക്ക് വിജയം നൽകും. അതിന്റെ പ്രാരംഭവാക്യം വായിക്കുന്നത്, ദൈവം എഴുന്നേൽക്കുമ്പോൾ അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകും. ദൈവം തന്റെ ജനത്തിനു വേണ്ടി എഴുന്നേൽക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. ആ ദൈവം എഴുന്നേറ്റ് കഴിഞ്ഞാൽ ശത്രുവിന് പിന്നെ ഇരിക്കുവാനായിട്ട് യാതൊരു നിലയിലും സാധ്യമല്ല. പ്രിയപ്പെട്ട ദൈവം തന്റെ ജനത്തിനു വേണ്ടി എഴുന്നേൽക്കുന്ന, തന്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന, ആ അനുഗ്രഹീതമായിരിക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്റെ ജനത്തിന് വിജയമുണ്ട്, അവർ പരാജിതരല്ല, അവർ മേൽക്കുമേൽ വിജയം പ്രാപിക്കുന്നവരാണ് എന്നുള്ള ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് താൻ ഈ സങ്കീർത്തനത്തിലൂടെ ഈ ഗാനം ആലപിക്കുവാനിടയായി തീർന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ ഈ സങ്കീർത്തനം, ഈ ഗാനം നമുക്ക് ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ ഗാനത്തിൻ്റെ പ്രാരംഭം ഇങ്ങനെയാണ്: ഈ പര ദേവനഹോ എന്നുള്ള നിലയിലാണ് ഗാനം ആലപിക്കുന്നത്. കർത്താവദാസൻ റെജി പി മാത്യു നമുക്ക് വേണ്ടി ഈ മനോഹരമായ ഗാനം ആലപിക്കുന്നു. ശ്രദ്ധയോടെ നമുക്ക് കേൾക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പരദേവനോ നമുക്ക് പരിത്രാണനത്തിനധിപൻ, മരണത്തിൽ നിന്നൊഴിവു കർത്തനാമകിൽ ശക്തനിൻ തിരുകരത്തിലുണ്ട് നിശമീ. പരദേവനോ നമുക്ക് പരിത്രാണനത്തിനധിപൻ, മരണത്തിൽ നിന്നൊഴിവു കർത്തനാമകില ശക്തനിൻ തിരുകരത്തിലുണ്ട് നിശമീ. പരദേവനോ നമുക്ക് തകർക്കും പിഴച്ചു നടക്കുന്നവന്റെ മുടികൾ, വൻ തലയെ തകർക്കും പിഴച്ചു നടക്കുന്നവന്റെ മുടികൾ, നേറിയ നെറുകയെ
തന്നെ മുടിക്കുമാതിനാഥനോട് ചെയ്തതാം മനുഷ്യമേ പരദേവനോ നമുക്ക് മരണത്തിനധിപൻ മരണത്തിൽ നിന്നൊഴിവു കർത്തനാമഖില ശക്തനി തിരുകരത്തിലുണ്ട് നിശമേ പരദേവനോ നമുക്ക്. യേരൂശലേമിലുള്ള നിൻ മന്ദിരം നിമിത്തം അരജ നിനക്ക് ഭയന്നു തിരുമുൽ. നിൻ മന്ദിരം നിമിത്തം അരജ നിനക്ക് ഭയന്നു തിരുമുൽ. കാഴ്ച കൊണ്ടുവരുമേശുവിന്നു ജയമേശുവിന്നു ജയമേശുവിന്നു ജയമേ പരദേവനോ നമുക്ക് പരിത്രാണനത്തിനധിപൻ മരണത്തിൽ നിന്നൊഴിവു കർത്തനാമഖില ശക്തനി തിരുകരത്തിലുണ്ട് നിശമേ പരദേവനോ നമുക്ക് പരിത്രാണനത്തിനധിപൻ മരണത്തിൽ നിന്നൊഴിവു കർത്തനാമഖില ശക്തനി തിരുകരത്തിലുണ്ട് നിശമേ പരദേവനോ നമുക്ക്. പ്രിയരെ, ഇന്ന് നാം ലോകത്തിൽ വിവിധമായ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും അനുഭവിച്ച് കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നാം ജീവിക്കുകയാണ്. നമുക്ക് അഭയമായിട്ട് ആശ്രയമായിട്ട് ഈ ലോകത്തിൽ മറ്റാരുമില്ലെങ്കിലും നമുക്ക് ജീവൻ നന്ന നമ്മെ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞച്ചേറ്റിൽ നിന്നും വീണ്ടെടുത്ത ആത്മരക്ഷകൻ, അവൻ നമ്മുടെ അഭയകേന്ദ്രമാണ്. അവൻ മാറ്റമില്ലാത്ത സ്നേഹിതനാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ നാം പലപ്പോഴും രോഗികളായി തീരാറുണ്ട്. വ്യാകുലപ്പെടുന്ന, വേദനപ്പെടുന്ന, കണ്ണുനീർ തൂകുന്ന ഒട്ടനവധിയായ സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഇതൊക്കെ എന്തിന് ദൈവം നമുക്ക് നൽകി എന്നുള്ളത് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാനായിട്ട് അതിടയായിത്തീരും. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിനോട് നമുക്കൊന്നുകൂടെ അടുക്കുവാൻ, കർത്താവിൻ്റെ സ്നേഹം രുചിച്ചറിയുവാൻ, കർത്താവിൻ്റെ മഹത്വം നാം ധാരാളമായിട്ട് അനുഭവിക്കുവാൻ ഇഹലോകത്തിൽ വെച്ച ദൈവം നമുക്ക് വിധമായ പ്രതിസന്ധികൾ തരുമ്പോൾ ഉണ്ടാകുമ്പോൾ, രോഗങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഓർക്കുക, കർത്താവ് അത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നു. നമ്മെ ഒന്നുകൂടെ രൂപാന്തരപ്പെടുത്തുവാൻ, ഒന്നുകൂടെ നമ്മെ ശുദ്ധീകരിക്കുവാൻ, നമ്മെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാൻ അവൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് നമ്മെ ഒരുപക്ഷെ രോഗത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടത്തിവിട്ടു എന്ന് വന്നേക്കാം. അതെങ്കിൽ നാം ആശ്ചര്യപ്പെടേണ്ടതായിട്ടില്ല. കാരണം നമ്മുടെ കർത്താവ് നമ്മുടെ അഭയകേന്ദ്രമാണ്. അവൻ നമ്മുടെ സങ്കേതമാണ്. അവൻ മാറ്റമില്ലാത്ത കർത്താവായി നമ്മോട് കൂടിയിരിക്കുന്നു. ആ കർത്താവിൻ്റെ പൊന്നിമാറിൽ ചാരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് യേശു എന്ന അഭയകേന്ദ്രം, മാറ്റമില്ലാത്ത സ്നേഹിതൻ. കർത്താവിന്റെ ദാസൻ
ഇട്ടിക്കൽ കുഞ്ഞോല അവർ നമുക്കായി ഈ ഗാനങ്ങൾ ആലപിക്കുന്നു. കേന്ദ്രം മാറ്റമില്ല സ്നേഹിതൻ യേശു എന്ന പേയ കേന്ദ്രം മാറ്റമില്ല സ്നേഹിതൻ സ്തോത്രം സ്തുതികൾക്കു യോഗ്യൻ വാഴ്ത്തും പിന്നെയും ഞാൻ സ്തോത്രം സ്തുതികൾക്കു യോഗ്യൻ വാഴ്ത്തും പിന്നെയും ഞാൻ വ്യാകുലങ്ങൾ നേരിട്ടാലും ഭാരം ഉള്ളിൽ വന്നാലും രോഗിയായി തീർന്നാലും യേശുവിൽ ഞാൻ ചാരിടും രോഗിയായി തീർന്നാലും യേശുവിൽ ഞാൻ ചാരിടും യേശു എന്ന പേയ കേന്ദ്രം മാറ്റമില്ല സ്നേഹിതൻ സ്തോത്രം സ്തുതികൾക്കു യോഗ്യൻ വാഴ്ത്തും നിന്നെ എന്നും ഞാൻ സ്തോത്രം സ്തുതികൾക്കു യോഗ്യൻ വാഴ്ത്തും നിന്നെ എന്നും ഞാൻ
സ്വർഗവിത്തിൽ ഞാൻ ആകുലങ്ങളില്ല നാട്ടിൽ ചേരും സ്വർഗവിത്തിൽ ഞാൻ യേശു എന്ന പ്രിയ കേന്ദ്രം മാറ്റമില്ല സ്നേഹിതൻ യേശു എന്ന പ്രിയ കേന്ദ്രം മാറ്റമില്ല സ്നേഹിതൻ സ്തോത്രം സ്തുതികൾക്കു യോഗ്യൻ വാഴ്ത്തും നിന്നെ എന്നും ഞാൻ സ്തോത്രം സ്തുതികൾക്കു യോഗ്യൻ വാഴ്ത്തും നിന്നെ എന്നും ഞാൻ സ്തോത്രം സ്തുതികൾക്കു യോഗ്യൻ വാഴ്ത്തും നിന്നെ എന്നും ഞാൻ. ദൈവത്തിന് സ്തോത്രം. നാം എല്ലാവരും വളരെ ഭക്തിയോടുകൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പിന്നെയും പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് എത്രമാത്രം ഉന്നതനാണ്. നമ്മുടെ കർത്താവിനൊപ്പം പറയുവാനായിട്ട് മറ്റ് ഒരാളുമില്ല. അത്രമാത്രം ഉന്നതനായിരിക്കുന്ന, ശ്രേഷ്ഠനായിരിക്കുന്ന, മാത്രമല്ല സകല മാനത്തിനും മഹത്വത്തിനും യോഗ്യനായിരിക്കുന്ന മറ്റൊരു വ്യക്തിയെ നമുക്ക് ഉലകത്തിൽ കാണുവാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ഇഹലോകത്തിൽ നമ്മെ സ്നേഹിക്കുവാനും നമ്മെ കരുതുവാനും നമ്മുടെ കർത്താവിനെ പോലെ ആശ്രയിക്കുവാനും കൊള്ളാവുന്ന മറ്റാരെയും നമുക്ക് ലോകത്തിൽ കാണുവാൻ കഴിയില്ല. മാനുഷികമായ സ്നേഹമൊക്കെ അറ്റുപോകുന്നതാണ്. എന്നാൽ നിത്യതയോളം തുടരുന്ന സ്നേഹമെന്ന് പറയുന്നത് അത് കർത്താവിൻ്റെ സ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ കരങ്ങളിൽ ഞാൻ നിങ്ങളും ആയിരിക്കുന്നതോർത്തുകൊണ്ട് ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ ആ സ്നേഹത്തിൻ്റെ ആ മഹത്വം, അതിൻ്റെ വലിപ്പം, അത് ഞാൻ നിങ്ങളും കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോഴാണ് അത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഇത്രമാത്രം എൻ്റെ കർത്താവിനെ സ്നേഹിച്ചു, എനിക്ക് വേണ്ടി അവൻ കരുതിയോ, എനിക്ക് വേണ്ടി അവൻ പ്രവർത്തിച്ചോ എന്നുള്ളത് ആ മഹോന്നതനായ കർത്താവിൻ്റെ സന്നിധിയിൽ എല്ലാവിധ മഹത്വത്തോടും കൂടെ അവനെ കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആ നിലയിൽ ആശയം വരുന്ന ഒരു നല്ല ഗാനം നമുക്ക് തുടർന്ന് ശ്രദ്ധിക്കാം. അത്യുന്നതൻ മഹോന്നതൻ യേശുവേ എന്നുള്ള അനുഗ്രഹമായിരിക്കുന്ന ഗാനം കർത്താവിൻ്റെ ദാസൻ റെജി പി മാത്യു നമുക്ക് വേണ്ടി ആലപിക്കുന്നു.
യേശുവേ നീയേ മാനവും മഹത്വവും നിനക്കു മാത്രമേ. അത്യുന്നതൻ മഹോന്നതൻ യേശുവേ മാനവും മഹത്വവും നിനക്കു മാത്രമേ. മാറാത്ത മിത്രമേശു എന്നും ദേവാദി ദേവനേശു നിത്യനാം ദൈവമേശു എൻ്റെ രാജാധിരാജൻ യേശു. പാടിടും ഞാൻ ഘോഷിക്കും നിന്നാമം എത്ര ഉന്നതം. പാടിടും ഞാൻ ഘോഷിക്കും നിൻ സ്നേഹം എത്ര മാധുര്യം. പാടിടും ഞാൻ ഘോഷിക്കും നിൻ നാമം എത്ര ഉന്നതം. പാടിടും ഞാൻ ഘോഷിക്കും നിൻ സ്നേഹം എത്ര മാധുര്യം. അങ്ങെപ്പോലെ സ്നേഹിച്ചിടാൻ ആരുള്ളൂ യേശുവേ. ആശ്രയിപ്പാനൊരേ നാമം യേശുവിൻ നാമമേ. അങ്ങെപ്പോലെ സ്നേഹിക്കുവാൻ ആരുള്ളൂ യേശുവേ. ആശ്രയിപ്പാനൊരേ നാമം യേശുവിൻ നാമമേ. നല്ല സ്നേഹിതനായി യേശു എൻ കൂടെയുള്ളതാ. എന്തോരാനന്ദമേ നാഥ ജീവിത സൗഭാഗ്യമേ. പാടിടും ഞാൻ ഘോഷിക്കും നിൻ നാമം എത്ര ഉന്നതം. പാടി
വചനം സാക്ഷിപ്പാൻ തരുന്നു ഞാൻ സമ്പൂർണ്ണമായി നിനക്കായി ശോഭിപ്പാൻ അന്ത്യത്തോളം നിൻ ക്രൂശിന്റെ വചനം സാക്ഷിപ്പാൻ തരുന്നു ഞാൻ സമ്പൂർണ്ണമായി നിനക്കായി ശോഭിപ്പാൻ പകരു ശക്തി എന്നിൽ നാഥ നിനക്കായി പോയിടാൻ വിശ്വസ്തദാസനായി എന്നെ തൃക്കൈയിൽ തരുന്നീതാ പാടിടും ഞാൻ ഘോഷിക്കും നിൻ നാമം എത്ര ഉന്നതം പാടിടും ഞാൻ ഘോഷിക്കും നിൻ സ്നേഹം എത്ര മാധുര്യം പാടിടും ഞാൻ ഘോഷിക്കും നിൻ നാമം എത്ര ഉന്നതം പാടിടും ഞാൻ ഘോഷിക്കും നിൻ സ്നേഹം എത്ര മാധുര്യം. കർത്താവിൻ്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ടതായ സമയത്തിനായിട്ട് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇതുവരെ നാം അനുഗ്രഹീതമായിരിക്കുന്ന ഗാനങ്ങൾ കർത്താവിൻ്റെ ഭൃത്യന്മാരിലൂടെ നാം കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയായിരുന്നുവല്ലോ. അതൊക്കെ നമ്മുടെ ആത്മീയ ജീവിതത്തിന് പ്രത്യാശ നൽകുന്നതും നമ്മെ ആവേശം കൊള്ളിക്കുന്നതുമായിരുന്നു എന്നോർത്തുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുകയാണ്. തുടർന്ന് അല്പസമയം ദൈവവചനത്തിൽ നിന്നും ചില ചിന്തകൾ നാം ഒന്നിച്ച് ചിന്തിക്കുവാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. സമയത്തിൻ്റെ പരിമിതി വളരെയുണ്ട്. എങ്കിലും നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയത്ത് ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ മഹത്വം ഒന്നുകൂടെ രുചിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്നതിന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതിനാധാരമായിട്ട് ഒരു വാക്യം വായിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. അതിൻ്റെ പ്രാരംഭത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: സ്നേഹം നിർവ്യാജം ആയിരിക്കട്ടെ. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. റോമിലെ വിശുദ്ധന്മാർക്ക്, ദൈവജനത്തിന് പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനം എഴുതുമ്പോൾ 12-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ ശരീരങ്ങളെ വിശുദ്ധന്മാർ ദൈവത്തിന് യാഗമായി സമർപ്പിക്കണം എന്നുള്ള ആഹ്വാനമാണ് 12-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതിൻ്റെ 8 വരെയുള്ള വാക്യങ്ങളിൽ അതാണ് നമുക്ക് ശ്രദ്ധിക്കുവാൻ കഴിയുന്നത്. തുടർന്ന് 9 മുതലുള്ള വാക്യങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ വിശ്വാസിയുടെ കർത്തവ്യങ്ങളാണ് പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ ദൈവജനത്തിനും ദൈവമക്കൾക്കും അനേകതരമുള്ള കർത്തവ്യങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. അവ നിറപടിയായി നിറവേറ്റിക്കൊണ്ട് ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ
ദൈവജനത്തെ ഓർപ്പിക്കുന്ന ഒരു അനുഗ്രഹീതമായിരിക്കുന്ന വാക്യമാണ് നാം വായിച്ച് കേട്ടത്. സ്നേഹം നിർവ്യാജം ആയിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ലോകത്തിൽ ജീവിക്കുമ്പോൾ സ്നേഹം അറ്റുപോയിക്കൊണ്ടിരിക്കുന്ന, സ്നേഹം തണുത്തുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളും ആയിരിക്കുന്നത്. മാനുഷികമായിരിക്കുന്ന സ്നേഹബന്ധങ്ങൾ ഇന്ന് വളരെ കുറവായി തീർന്നിരിക്കുന്ന ഒരു കാലഘട്ടം. മനുഷ്യനെ പരസ്പരം സ്നേഹിക്കുവാനായിട്ട് കഴിയുന്നില്ല. മാത്രമല്ല, മാനുഷിക സ്നേഹത്തിൽ നിന്ന് കടമ്പകൾ അനവധിയായിട്ടുള്ളതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നിർവ്യാജമായ സ്നേഹം ഇന്ന് മനുഷ്യന് നൽകുവാൻ കഴിയുന്നില്ല. ഇന്നിന്റെ മനുഷ്യൻ നൽകുന്ന സ്നേഹം എന്ന് പറയുന്നത് വ്യാജമുള്ളതാണ്, കപടമുള്ളതാണ്. അങ്ങനെയുള്ളൊരു സ്നേഹമാണ് മനുഷ്യൻ സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ അവയിൽ മിക്കതും മായം ചേർന്നതാണ്, വ്യാജമുള്ളതാണ്. കാണുവാൻ കഴിയുന്നത്. ലോകത്തെ സ്ഥിതി അങ്ങനെ ആയിരിക്കട്ടെ. ഇന്ന് നാം കുടുംബങ്ങളിലേക്ക് കടന്നു വന്നാലും ഇതേ നിലവാരമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. കുടുംബങ്ങളിൽ സ്നേഹബന്ധം അറ്റുപോയിക്കൊണ്ടിരിക്കുന്നു. പണ്ടൊക്കെയാണെങ്കിൽ കുടുംബങ്ങളിൽ എത്രയോ സന്തോഷത്തോടുകൂടെയാണ് കൂട്ടുകുടുംബങ്ങളായിട്ട് കഴിഞ്ഞിരുന്നത്. അവിടെ സ്നേഹത്തിൻ്റെ ആ വലിയ മാറ്റം നമുക്ക് കാണുവാനായിട്ട് കഴിയുമായിരുന്നു. ഇന്ന് അതെല്ലാം ശിഥിലമായി കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഒറ്റപ്പെട്ട് തനിച്ച് പാർക്കുന്നൊരു നിലയിലേക്ക് കുടുംബങ്ങൾ വന്നിരിക്കുകയാണ്. ഇതിനെല്ലാം കാരണം എന്താണ്? മനുഷ്യനിൽ സ്നേഹം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. ലോകത്തിലെ മനുഷ്യൻ ആ നിലയിൽ അവരെ നാം കാണുമ്പോൾ തന്നെ വിശ്വാസ സമൂഹത്തിലും ദൈവജനത്തിൻ്റെ മധ്യത്തിലും ഇതുതന്നെ നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. മനുഷ്യർ സ്വസ്നേഹികളായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം, സ്നേഹത്തിന് യാതൊരു വിലയുമില്ലാതിരിക്കുന്ന ഒരു കാലഘട്ടം. പൗലോസ് അപ്പോസ്തലൻ അത് വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ദൈവസഭയെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളുടെ സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ, കളങ്കമില്ലാത്തതായിരിക്കട്ടെ, വ്യാജമില്ലാത്തതായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, മനുഷ്യന് മറ്റൊരു വ്യക്തിയെ ആ നിലയിൽ സ്നേഹിക്കുവാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളത് എത്രയോ ദുഃഖകരമായ സ്ഥിതിയാണ്. ഞാൻ ഓർപ്പിച്ചതുപോലെ ഇന്ന് കുടുംബ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് പ്രധാനമായ കാരണമെന്ന് പറയുന്നത് കുടുംബത്തിൽ സ്നേഹമില്ല എന്നുള്ളതാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ അതേ സ്നേഹം കുറയുന്നതിന്റെ ഫലമായി അവരിൽ സംശയം ഉളവാകുകയാണ്. തൽഫലമായിട്ട് എന്താണ് സംഭവിക്കുന്നത്? അവർ തമ്മിൽ വേർപിരിയുകയാണ്. ഇന്ന് നമ്മുടെ സാക്ഷരതാ കേരളത്തിൽ, ഈ കൊച്ചു കേരളത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു വലിയ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കുടുംബ കോടതികൾ വർദ്ധിച്ചു വരികയാണ്. കാരണം എന്താണ്? മനുഷ്യന് സ്നേഹമില്ല, സഹോദര സ്നേഹമില്ല, മക്കളിൽ സ്നേഹമില്ല,
മക്കൾ മാതാപിതാക്കളെ വേണ്ടുന്ന പോലെ കരുതുന്നില്ല. മാതാപിതാക്കളും അതുപോലെ മക്കള് വേണ്ടുന്ന പോലെ സ്നേഹിക്കുന്നില്ല. നോക്കുക, സ്നേഹമെന്ന് തണുത്തുപോയിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകലുന്നത് കൊണ്ടാണ് മനുഷ്യനിൽ സ്നേഹം കുറഞ്ഞു വരുവാൻ കാരണമായി തീരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തോട് നാം ഒന്ന് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്: ഞാൻ നിർവ്യാജമായിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കുന്ന വ്യക്തിയാണോ? എൻ്റെ സഭയെ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയാണോ? എൻ്റെ സമൂഹത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണോ? എൻ്റെ കുടുംബക്കാരെ സ്നേഹിക്കുന്ന വ്യക്തിയാണോ? എനിക്ക് നിർവ്യാജമായി എൻ്റെ കുടുംബത്തെ സ്നേഹിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ആ ചോദ്യം നാം നമ്മോട് തന്നെ ചോദിക്കുമ്പോൾ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ് ഇല്ല എന്നുള്ളത്. നിർവ്യാജമായ സ്നേഹം ഇന്ന് മനുഷ്യ സമൂഹത്തിൽ, വിശ്വാസഗോളത്തിൽ, ദൈവജനത്തിന്റെ മധ്യത്തിൽ, വീണ്ടെടുക്കപ്പെട്ടവരുടെ നടുവിൽ അത് കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? സഭകൾ ഛിന്ന ഭിന്നമായി കൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ സ്പർദ്ധ വർദ്ധിച്ചു വരികയാണ്. മനുഷ്യൻ സ്വസ്നേഹികളായി തീരുകയാണ്. തൽഫലമായി സ്നേഹത്തിന് വലിയ വീഴ്ച, കോട്ടം സംഭവിച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം, എൻ്റെയും നിങ്ങളുടെയും ജീവിതം എങ്ങനെയായിരിക്കുന്നു? ഞാൻ നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിൽ നമ്മുടെ സ്നേഹത്തിൻ്റെ ആഴം എത്രമാത്രമുണ്ട്? നാം സ്നേഹിക്കുന്നുവെന്ന് പറയുമ്പോൾ അത് ആഴമായിട്ടുള്ള സ്നേഹമായിരിക്കണം. അത് ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹമായിരിക്കണം. വാക്കുകൊണ്ടുള്ള സ്നേഹം പലപ്പോഴും ഏത് മനുഷ്യനും പറയുവാൻ കഴിയും. ഇന്ന് രാത്രി ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ, ഇവിടെ പൗലോസ് ഓർപ്പിക്കുന്നത് സ്നേഹം നിർവ്യാജം ആയിരിക്കട്ടെ. വ്യാജമില്ലാതെ സ്നേഹിക്കുവാൻ, ആത്മാർത്ഥതയോടെ സ്നേഹിക്കുവാൻ, കലർപ്പില്ലാതെ സ്നേഹിക്കുവാൻ, കലർപ്പില്ലാതെ മറ്റുള്ളവരെ കരുതുവാൻ, അതേ പ്രിയപ്പെട്ടവരെ, വിശ്വാസ സമൂഹത്തിന്, ദൈവജനത്തിന് കഴിയേണ്ടത് ആവശ്യമാണ്. ഞാൻ ഓർപ്പിച്ചതുപോലെ മാനുഷിക സ്നേഹമൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അനേകരുടെ ജീവിതം അസ്തമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം എങ്ങനെയാണ് മനുഷ്യനെ തേടി വന്നത് എന്നുള്ളത് ഞാൻ നിങ്ങളും അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ഒരുപക്ഷെങ്കിൽ ദൈവസ്നേഹത്തിൻ്റെ മാധുര്യം, ദൈവസ്നേഹത്തിൻ്റെ മഹത്വം അനുഭവിച്ചവരായിരിക്കാം, ദൈവമക്കളായി തീർന്നവരായിരിക്കാം. എന്തുമാകട്ടെ, ദൈവത്തിൻ്റെ സ്നേഹത്തിന് മാത്രമേ മനുഷ്യന് നിർവ്യാജമായി സ്നേഹിക്കുവാൻ കഴിയുകയുള്ളൂ. അഥവാ ദൈവത്തിന് മാത്രമേ മനുഷ്യന് നിർവ്യാജമായി സ്നേഹിക്കുവാൻ കഴിയുകയുള്ളൂ. മനുഷ്യന് മറ്റൊരു മനുഷ്യന് നിസ്വാർത്ഥമായിട്ട് കളങ്കമില്ലാതെ സ്നേഹിക്കുവാൻ കഴിയാതിരിക്കുന്ന ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം അത് നിർവ്യാജമാണ് എന്നുള്ളത് ഞാൻ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം പാപിയായ മനുഷ്യനെ സ്നേഹിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത ഏതാണ് കാണുവാൻ കഴിയുന്നത്? ദൈവം പാപിയെ സ്നേഹിക്കുന്നവനാണ്. അപ്പോൾ തന്നെ അവൻ പാപത്തെ വെറുക്കുന്നവനാണ്. ഇന്ന് രാത്രിയിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹം നിങ്ങളുടെ ഉള്ളിൽ പകർന്നിട്ടുണ്ടോ? ദൈവസ്നേഹം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ദൈവം വാസ്തവമായി നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതം
ഏതു നിലയിലായിരിക്കുന്നു എന്നുള്ളത് ഇന്ന് സന്ധ്യയിൽ ഓരോ പ്രിയപ്പെട്ടവരും മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ദൈവം പാപിയെ സ്നേഹിക്കുകയാണ്. സകല മനുഷ്യരും പാപികൾ എന്നാണ് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുക. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ദൈവത്തിന്റെ മുമ്പിൽ സകല മാനവരാശിയും പാപികളാണ്. എന്നാൽ ദൈവത്തിനുള്ള പ്രത്യേകത, പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ പാപിയായ മനുഷ്യനെ വീണ്ടും സ്നേഹിക്കുന്നു എന്നതാണ്. അങ്ങനെയുള്ള സ്നേഹമാണ് നിസ്വാർത്ഥമായ സ്നേഹമാണ്, നിർവ്യാജമായ സ്നേഹമാണ്. ആ സ്നേഹമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായി കാണുവാൻ കഴിയുന്നത്, അതെ, ദൈവം മനുഷ്യനെ സ്നേഹിച്ചു എന്നുള്ളതാണ്. ലോകത്തെ സ്നേഹിച്ചു. തന്റെ ഏകജാതനായ പുത്രനെ ദൈവം നൽകിക്കൊണ്ട് ദൈവം മാനവരാശിയെ സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, സ്വന്തം പുത്രനെ ലോകത്തിന് നൽകിക്കൊണ്ടാണ് ദൈവം മനുഷ്യനെ സ്നേഹിപ്പാനിടയായി തീർന്നത്. ദൈവത്തിൻ്റെ സന്നിധിയില് പ്രമോദമായിരുന്ന, മണിമകുടമായിരുന്ന, സ്വർഗത്തിലെ ആരാധന വിഷയമായിരുന്ന ഏകജാതനായ പുത്രനെ, പ്രിയപ്പെട്ടവരെ, ആ ഏകജാതനായ പുത്രനെ ലോകത്തിന് നൽകിക്കൊണ്ടാണ് ദൈവം മാനവകുലത്തെ സ്നേഹിപ്പാൻ ഇടയായി തീർന്നത്. അവിടെയാണ് നിർവ്യാജമായ സ്നേഹം നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്വന്തം പുത്രനെ മാനവകുലത്തിന് വേണ്ടി ദൈവം നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, പാപിയെ സ്നേഹിക്കുവാൻ, പാപിയെ അവന്റെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ച് പാപത്തിന് പരിഹാരം നൽകി അവനെ രക്ഷിച്ച് വീണ്ടും ദൈവകൃപയുടെ മഹത്വം അവൻ അനുഭവിക്കേണ്ടതിന് വേണ്ടി ദൈവം മാനവരാശിക്ക് വേണ്ടി ഒരുക്കിയ രക്ഷാമാർഗമാണ് ദൈവപുത്രനായ കർത്താവായ യേശുക്രിസ്തു. ദൈവത്തിന്റെ വചനം പറയുന്നു, മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. പ്രിയപ്പെട്ടവരെ, മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവം ഒരുക്കിയ സ്നേഹത്തിന്റെ മാർഗമാണ് തൻ്റെ പുത്രനായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിന് മാനവകുലത്തിന് വേണ്ടി ദൈവം നൽകുകയാണ്. തെറ്റ് ചെയ്ത് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മനുഷ്യനെ വീണ്ടും സ്നേഹിക്കുന്ന ദൈവസ്നേഹം, അതാണ് നിർവ്യാജമായ സ്നേഹം. അവന്റെ തെറ്റുകൾ ക്ഷമിച്ച് അവന് മാപ്പ് കൊടുത്ത് വീണ്ടും അവനെ ദൈവകൃപയിലേക്ക്, ദൈവസന്നിധിയിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ വേണ്ടി ദൈവം ഒരുക്കിയ മാർഗമാണ് യേശുക്രിസ്തു. പ്രിയപ്പെട്ടവരെ, തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിന് നൽകിക്കൊണ്ട് അവൻ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അവൻ എന്നെയും നിങ്ങളെയും സ്നേഹിച്ചു. ഞാനും നിങ്ങളുമാണ് ദൈവസന്നിധിയിൽ കുറ്റക്കാരായി തീർന്നത്. പാപം ചെയ്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അകന്നു പോയത്. നാം തെറ്റ് ചെയ്താൽ ലോകപ്രകാരം നമുക്കൊന്ന് ശിക്ഷയുണ്ട്. ആ ശിക്ഷ നാം അനുഭവിച്ചേ മതിയാകുള്ളൂ. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മെ ശിക്ഷിക്കാതെ, നമ്മുടെ ശിക്ഷ ഏതെന്നറിയാമോ? നിത്യമായ നരകമായിരുന്നു. നരകത്തിലേക്ക് നാം പോകേണ്ടവരായിരുന്നു. സാധാരണ പറയാറുണ്ട്, പാപി ചെല്ലുന്നിടം പാതാളം. ദൈവത്തിന് സന്നിധി തെറ്റ് ചെയ്ത് അകന്നുപോയ മനുഷ്യൻ പാതാളത്തിന്, നരകത്തിന് യോഗ്യനാണ്. ആ മനുഷ്യനെ ആ നരകത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് രക്ഷിച്ച് ആ ഭയാനകമായ അനുഭവത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ വേണ്ടി ദൈവം തൻ്റെ പുത്രനെ
ലോകത്തെ സ്നേഹിച്ചുകൊണ്ട് ഈ താണലോകത്തിലേക്ക് അയച്ചു. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് ദൈവസ്നേഹത്തിൻ്റെ മഹത്വം നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒരു ശിശുവായിട്ട് ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. തൻ്റെ 30-ാമത്തെ വയസ്സിൽ താൻ പരസ്യമായ ശുശ്രൂഷ ആരംഭിച്ചു. 33.5 വയസ്സിൽ അഖില ലോകത്തിൻ്റെയും പാപത്തെ വഹിച്ചുകൊണ്ട് പാപമറിയാത്തവൻ നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ടുകൊണ്ട്, പ്രിയരെ, ആ നിസ്വാർത്ഥമായ സ്നേഹം കാൽവറിലെ ക്രൂശിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് ദൈവപുത്രൻ മാനവകുലത്തിനു വേണ്ടി മരിക്കുവാൻ ഇടയായിത്തീർന്നു. പാപിയെ സ്നേഹിക്കുന്ന സ്നേഹം, നിർവ്യാജമായ സ്നേഹം, അതാണ് നമുക്ക് കാൽവറിലെ ക്രൂശിൽ കാണുവാൻ കഴിയുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ, തെറ്റു ചെയ്ത് ശിക്ഷിക്കപ്പെടേണ്ട എന്നെയും നിങ്ങളെയും അതിൽ നിന്ന് വിമുക്തരാക്കിക്കൊണ്ട് നമ്മുടെ എല്ലാവരെയും അകൃത്യം, നമ്മുടെ എല്ലാവരെയും ശിക്ഷ ദൈവപുത്രന്റെ മേൽ ഇട്ടുകൊണ്ട് ആ ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ, ദൈവത്തിൻ്റെ ഓമനപുത്രനെ, ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാടിനെ ആ ശിക്ഷയെല്ലാം കൊടുത്തു കാൽവറിലെ ക്രൂശിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ അവനേതാ യാഗമാക്കി തീർക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് സ്നേഹിത? നിന്നെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ട്. നിർവ്യാജ സ്നേഹത്തിന് ഉടമയായി നീ തീരേണ്ടതിന് വേണ്ടി നിനക്ക് വേണ്ടി ദൈവത്തിൻ്റെ പുത്രനെ കാൽവറിലെ ക്രൂശിൽ പകരക്കാരനാക്കി തീർത്തുകൊണ്ട് ദൈവം അവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ കർത്താവിന് ഗെത്സമന തോട്ടത്തിൽ വെച്ച് പടയാളിൽ കടന്നു വന്നു അവനെ പിടിച്ചു. കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾ ആരെ തിരയുന്നു? അത് പറഞ്ഞു, നസറേയനായ യേശുവിനെ എന്ന് പറഞ്ഞപ്പോൾ, അത് ഞാൻ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ആ പടയാൾ മുൻപിലേക്ക് സ്വയം ഏൽപ്പിച്ചു കൊടുത്തവനായ നമ്മുടെ കർത്താവ് പടയാളിൽ കർത്താവിന് അതിക്രൂരമായിട്ട് മർദ്ദിക്കുകയാണ്. യാതൊരു തെറ്റും ചെയ്യാത്തവൻ ശിക്ഷിക്കപ്പെടുന്ന, മർദ്ദനമേൽക്കുന്ന, അടികളേൽക്കുന്ന, നിന്ന സഹിക്കുന്ന, അപമാനം സഹിക്കുന്ന, തുപ്പലേൽക്കുന്ന, മുഖത്തെ രോമങ്ങൾ പിഴുതുപറിക്കപ്പെടുന്ന നിലയിലേക്ക് ആ പരിശുദ്ധനായ കർത്താവ്, നിഷ്കളങ്കനായ കർത്താവ് ആയിത്തീരുവാൻ കാരണം, പ്രിയരെ, ഞാനും നിങ്ങളുമാണ്. ആ യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. ദൈവം ലോകത്തെ സ്നേഹിച്ചപ്പോൾ, മാനവകുലത്തെ സ്നേഹിച്ചപ്പോൾ തൻ്റെ ഏകജാതനായ പുത്രനെ ആ ക്രൂശ് മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയായിത്തീർന്നു. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ശബ്ദം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ സ്നേഹനദിയായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് ഈ നിർവ്യാജമായ സ്നേഹം അനുഭവിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതോ ലോകത്തിൻ്റെ മായ ചന്തകളിൽ വ്യാജ സ്നേഹത്തിനു വേണ്ടി ഓടുന്നവരായി തീർന്നിരിക്കുകയാണോ? എന്നാൽ സ്നേഹനിധിയായ കർത്താവിന്റെ രാത്രിയിൽ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് അവൻ്റെ അരികിലേക്ക് നിങ്ങളെ വിളിക്കുകയാണ്. സ്നേഹിത, നീ എങ്ങും പോകേണ്ട ആവശ്യമില്ല. നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് ദൈവപുത്രനെ കാൽവറിയിൽ തകർത്ത് കളഞ്ഞത്. കർത്താവ് ലോകത്തിലായിരുന്നു പറഞ്ഞു, മനുഷ്യപുത്രനെ ഉയർത്തിയാൽ അനേകര് അവങ്കിലേക്ക് ആകർഷിക്കപ്പെടും. അതെ, യേശു കർത്താവിനെ കാൽവറിയിലെ ക്രൂശിൽ 2 കള്ളന്മാരുടെ നടുവിൽ ഉയർത്തിയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ദൈവസ്നേഹം സർവ്വലോകവും അറിയണം, അനുഭവിക്കണം, ദൈവമക്കളായി തീരണം. അതിനു വേണ്ടിയാണ് ദൈവപുത്രനെ കാൽവറിയിൽ ഉയർത്തിയിരിക്കുന്നത്. വായിക്കുന്ന കർത്താവിനെ വായിക്കുന്നത്, അവൻ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവൻ വിരൂപമാക്കപ്പെട്ടു.
ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ കർത്താവിൻ്റെ അരികിലേക്ക് നീ കടന്നു വരുമോ? നിനക്ക് വേണ്ടി വിരൂപമാക്കപ്പെട്ട നിന്റെ പാപത്തിന് ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് കാൽവറിലെ ക്രൂശിൽ എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന് ചോദിച്ചുകൊണ്ട് അലറിക്കരയുന്ന ഈ ദൈവപുത്രന്റെ സമീപേക്ക് കടന്നു വന്ന്, കർത്താവേ, ഞാനൊരു പാപിയാണ്, അവിടുന്ന് മരിച്ചത് എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്, എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവേ, ആ നിർവ്യാജ സ്നേഹത്തിന്റെ ഉടമയാക്കി എന്നെയും തീർക്കണമേ എന്ന് ഒരു വ്യക്തി ആത്മാർത്ഥതയോടുകൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ നിമിഷം ദൈവത്തിന്റെ വചനം പറയുന്നു, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കും. അങ്ങനെ ഈ ദൈവ സ്നേഹത്തിന്റെ, ഈ നിർവ്യാജ സ്നേഹത്തിന്റെ ഉടമയായി തീരുവാൻ ഒരു വ്യക്തിക്ക് കഴിയും. പ്രിയപ്പെട്ടവരെ, ഇതുവരെയും യേശു കർത്താവിനെ കണ്ടെത്തിയിട്ടില്ലാത്ത, ഈ ദൈവസ്നേഹം അനുഭവിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതം ഇന്ന് രാത്രിയിൽ ഈ കർത്താവിന് വേണ്ടി സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവിനുള്ള സ്നേഹത്തോടുകൂടെ വിളിക്കുകയാണ്, മകനെ, മകളെ, നീ എൻ്റെ അടുക്കിലേക്ക് വരിക, ഞാൻ നിനക്ക് ആശ്വാസം തരാം, ഞാൻ നിനക്ക് സമാധാനം തരാം, ഞാൻ നിനക്ക് സന്തോഷം തരാം, ഞാൻ നിനക്ക് പ്രത്യാശ നൽകാം എന്ന് പറഞ്ഞ് യേശു കർത്താവ് നിന്നെ സ്നേഹത്തോട് അവൻ്റെ അടുക്കിലേക്ക് വിളിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നിത്യജീവനം പ്രാപിച്ച വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ, ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇഹലോകത്തിൽ ഞാൻ നിങ്ങളുമായിരിക്കുമ്പോൾ സഹോദരവർഗങ്ങളെ നിർവ്യാജമായി സ്നേഹിക്കുവാൻ നമുക്ക് കഴിയേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ഒരു സ്നേഹത്തിന്റെ ഉടമകളായി ഞാൻ നിങ്ങളും തീർന്നാൽ കർത്താവിന്റെ സന്നിധിയിൽ നാം ചെല്ലുമ്പോൾ നമുക്കവിടെ ലജ്ജിക്കേണ്ടതായിട്ട് വരികയില്ല, നമുക്കവിടെ ദുഃഖിക്കേണ്ടതായിട്ട് വരികയില്ല. നാം ഈ ലോകത്തായിരുന്നപ്പോൾ മറ്റുള്ളവരെ സ്നേഹിച്ചത്, സഹവിശ്വാസിയെ സ്നേഹിച്ചത്, സഹോദരനെ സ്നേഹിച്ചത്, മാതാപിതാക്കളെ സ്നേഹിച്ചത്, ദൈവജനത്തെ സ്നേഹിച്ചത് എങ്ങനെയാണെന്നുള്ളതിന് കണക്ക് നാം കൊടുക്കേണ്ടത് ആവശ്യമാണ്. നാം ലജ്ജിക്കാതെ അവിടെ നിൽക്കണമെങ്കിൽ നമ്മുടെ സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. ലോക സംഭവങ്ങൾ അത് വളരെ വ്യക്തമായി നമ്മെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനോട് ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു, അവിടുത്തെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ജാതി ജാതിയോട് എതിർക്കും, രാജ്യം രാജ്യത്തോട് എതിർക്കും, യുദ്ധം, ക്ഷാമം, ഭൂകമ്പം, പകർച്ചവ്യാധി ഇതൊക്കെ കാണുമ്പോൾ ഞാനിതാ വാതിക്കൽ ആയിരിക്കുന്നു. പ്രിയരെ, നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും സമീപമായി. ഇത് നാം ദിനം പ്രതി കേൾക്കുന്ന, നമ്മെ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണല്ലോ യുദ്ധം എന്ന് പറയുന്നത്. ഈ ദിവസങ്ങളിൽ അതിരൂക്ഷമായിട്ട് യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. ഇസ്രയേലും ഇറാനുമായുള്ള യുദ്ധം വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. അതുപോലെ പല രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുക, നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് യുദ്ധം അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, എന്ത് വേണ്ട, ഇതൊക്കെ കാണുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു. മാത്രമല്ല, പകർച്ചവ്യാധി അത് കർത്താവ് ഓർപ്പിച്ചതാണ്. 2019 ലോകത്തെ അതേ കിടുകിട വിറപ്പിച്ച് കൊറോണ വൈറസ് കടന്നു വന്നു. എത്രയോ ജീവിതങ്ങളെയാണ് കവർന്നുകൊണ്ട് പോയത്. ലോകം കിടുകിട വിറച്ചു. ആ മഹാവ്യാധിക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള മഹാവ്യാധികൾ, പകർച്ചവ്യാധികൾ വരുമ്പോൾ ദൈവവചനം അക്ഷരം പ്രതി നിറവേറുകയാണുള്ളതിന് യാതൊരു സംശയമില്ല. ഞാൻ വാക്കിലൂടെ ചുരുക്കുകയാണ്. പ്രിയരെ, നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. നമ്മുടെ സ്നേഹം എങ്ങനെയുണ്ട്? നാം മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിൽ, മറ്റുള്ളവരെ കരുതുന്നതിൽ നാം എങ്ങനെ വീഴ്ച വരുത്തുന്നവരാണോ? അതോ നാം കപട സ്നേഹം കാണിക്കുന്നവരാണോ?
വ്യാജമായ സ്നേഹം കാണിക്കുന്നവരാണോ? യേശു കർത്താവിന്റെ സ്നേഹം നാം അനുഭവിച്ചുവെങ്കിൽ, അതറിഞ്ഞുവെങ്കിൽ, നാം അതേ നിലയിൽ നിർവ്യാജമായ സ്നേഹത്തിൻ്റെ ഉടമകളായി മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയണം. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിൽ നമ്മെ സ്നേഹിച്ച കർത്താവിനെ നമുക്ക് ഓർക്കാം. തൻ്റെ ചങ്കില് ചോര നമുക്ക് വേണ്ടി അവസാന തുള്ളി വരെയും ഊറ്റിത്തന്ന് നമ്മെ സ്നേഹിച്ച മറ്റൊരു വ്യക്തിയെയും നമുക്ക് ഉലകത്തിൽ കാണുവാൻ കഴിയില്ല. നിശിമമായ സ്നേഹം, ആ നിർമ്മലമായ സ്നേഹം, ആ സ്നേഹത്തിനു മുമ്പിൽ നമുക്ക് നമിക്കുവാൻ, നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, അവന് വേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാ ദൈവമക്കൾക്കും ഒരിക്കലൂടെ കർത്താവിൻ്റെ നാമത്തിലുള്ള നന്ദി അറിയിക്കുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു. നമുക്ക് ഉണരാം, പ്രത്യാശയുള്ള ജീവിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. തുടർന്ന് നമുക്ക് അടുത്തൊരു ഗാനം കൂടെ ശ്രദ്ധിക്കാം. യേശുവൻ കൂടെയുള്ളതിനാൽ തിരകളിൽ മീതെ ഞാൻ ഓടും. തളരാതെ താഴാതെ നമ്മെ മുന്നോട്ട് നയിക്കുന്ന ഈ മരുഭൂമിയിൽ നമുക്ക് പ്രത്യാശ നൽകി നമ്മെ മുന്നോട്ട് നടത്തുന്ന ഈ കർത്താവിൽ നമുക്ക് ആശ്രയം വെച്ചുകൊണ്ട് ഈ അനുഗ്രഹമായിരിക്കുന്ന ഗാനം നമുക്ക് ശ്രദ്ധിക്കാം. യേശുവൻ കൂടെ ഉള്ളതിനാൽ തിരകളിൽ മീതെ ഞാൻ ഓടും. കർത്താവിൻ ദാസൻ രജി പി മാത്യു നമുക്ക് വേണ്ടി ഈ ഗാനങ്ങൾ ആലപിക്കുന്നു. ശ്രദ്ധയോടെ നമുക്ക് യേശുവൻ കൂടെയുള്ളതിനാ തിരകളിൻ മീതെ ഞാനോടും. യേശുവൻ കൂടെയുള്ളതിനാ തിരകളിൻ മീതെ ഞാനോടും. താഴാതവൻ കരം താങ്ങും, ചേരുകില്ലവൻ പാതെ ചേരും. താഴാതവൻ കരം താങ്ങും, ചേരുകില്ലവൻ പാതെ ചേരും. യേശുവൻ കൂടെയുള്ളതിനാ തിരകളിൻ മീതെ ഞാനോടും. താഴാതവൻ കരം താങ്ങും, ചേരുകില്ലവൻ പാതെ ചേരും. താഴാതവൻ കരം താങ്ങും, ചേരുകില്ലവൻ പാതെ ചേരും. രാവിലൻ കൂടെ വന്നിരിക്കും, പകലവൻ തണലിൽ ഞാൻ നടക്കും. രാവിലൻ കൂടെ വന്നിരിക്കും പ്രിയൻ, പകലവൻ തണലിൽ ഞാൻ നടക്കും. കിടക്കയിൽ അവൻ സുഖമരുളും, മരിക്കുകിൽ അവൻ
സുഖമരുളും മരിക്കുകില്ല അവൻ പാദം ചേരും യേശുവൻ കൂടെയുള്ളതിനാൽ തിരകളിൻ മീതെ ഞാനോടും യേശുവൻ കൂടെയുള്ളതിനാൽ തിരകളിൻ മീതെ ഞാനോടും താഴാതവൻ കരം താങ്ങും ചേരുകില്ലവൻ പാതെ ചേരും താഴാതവൻ കരം താങ്ങും ചേരുകില്ലവൻ പാതെ ചേരും പ്രതികൂലമെനിക്കെന്തും വരട്ടെ പാരിൽ എല്ലാരും പരിഹസിച്ചിടട്ടെ പ്രതികൂലമെനിക്കെന്തും വരട്ടെ പാരിൽ എല്ലാരും പരിഹസിച്ചിടട്ടെ പാട്ടുകൾ പാടി ഞാൻ പോകും കുരിശിന്റെ ജയക്കൊടിയേറ്റി പാട്ടുകൾ കുരിശിന്റെ ജയക്കൊടിയേറ്റി യേശുവൻ കൂടെയുള്ളതിനാൽ തിരകളിൻ മീതെ ഞാനോടും യേശുവൻ കൂടെയുള്ളതിനാൽ തിരകളിൻ മീതെ ഞാനോടും താഴാതവൻ കരം താങ്ങും ചേരുകില്ലവൻ പാതെ ചേരും താഴാതവൻ കരം താങ്ങും ചേരുകില്ലവൻ പാതെ ചേരും താഴാതവൻ കരം താങ്ങും ചേരുകില്ലവൻ പാതെ ചേരും ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവാങ്കേലിയൻ മ്യൂസിക് പ്രോഗ്രാമിൻ്റെ 152ാമത് എപ്പിസോഡ് ആണ് ഇവിടെ പര്യവസാനിക്കുന്നത്. കഴിഞ്ഞ 2 മണിക്കൂർ നേരം ദൈവ സാന്നിധ്യ ബോധത്തിൽ ഇരിപ്പാനും ദൈവകൃപ അനുഭവിപ്പാനും മനോഹരങ്ങളായ ഗാനങ്ങൾ സന്ദേശങ്ങൾ കേൾക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിച്ചുവല്ലോ. ഇന്നത്തെ ശുശ്രൂഷയ്ക്കായി കടന്നു വന്ന പ്രിയപ്പെട്ട ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഗാനങ്ങൾ ആലപിക്കുവാനെത്തിയ കർത്താവിൻ ദാസൻ GP മാത്യു അവർകൾ, സന്ദേശം അറിയിപ്പാനായെത്തിയ കർത്തദാസൻ BJP ചാക്കോ, ഈ ഗാനങ്ങൾക്ക് അകമ്പടി സേവിച്ച കീബോർഡ് വായിച്ച സുനിൽ കൊട്ടാരക്കര, ക്യാമറ ഓവർവിറ്റ് ചെയ്ത ജിജിൽ കൊട്ടാരക്കര, അതുപോലെ തന്നെ ഇവിടെ കടന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ കാണുകയും കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാവരെയും ദൈവ സന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങളുടെ തലകളെ ഉണക്കി ദൈവസന്നാഹത്തിൽ ഒരു നിമിഷം ദൈവ കൃപയ്ക്കായും ദൈവകരുണയ്ക്കായും യാചിക്കാം. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് എല്ലായിടത്തും ഒരുപോലെ ഉണ്ടായിരുന്നല്ലോ. യേശു നമ്മോട് കൂടെയുള്ളവനാണ്.
നമ്മുടെ സങ്കടങ്ങളിലും നമ്മുടെ ഭാരങ്ങളിലും നമ്മുടെ എല്ലാ വിവിധങ്ങളാ സാഹചര്യങ്ങളിലും നമ്മൾ കൂടെ ഇരുന്ന് സഹായിക്കുവാൻ കഴിയുന്ന മതിയായവനായ കർത്താവാണ്. അവൻ നമ്മുടെ കൂടെയുണ്ട് എന്നാണ് നാം അവസാനിക്കേണ്ടത്. സ്നേഹിത, നിന്റെ സമീപത്തായി യേശു കൂടെയുണ്ട്. നിന്നെ സഹായിക്കുവാൻ അവൻ അരികിലുണ്ട്. നിന്റെ എല്ലാ പ്രശ്നങ്ങളെയും ഭാരങ്ങളെയും അകറ്റുവാൻ കഴിയുന്ന ദൈവവസനത്തിലേക്ക് കടന്നു വന്നാൽ നിശ്ചയമായും ഈ രാത്രി നിനക്ക് സന്തോഷമായിരിക്കും, സമാധാനമായിരിക്കും, ശാന്തിയുടെയും സന്തോഷത്തിൻ്റെയും ദിവസമായി തീരും. അതിനായിട്ട് കർത്താവ് സഹായിക്കട്ടെ. അനേക ആളുകൾ, രോഗികളായിട്ടുള്ളവർ ഈ ഗാനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. വിവിധ പ്രശ്നങ്ങൾ കഴിയുന്നവരായി ഭാരപ്പെട്ടവർ ഈ സന്ദേശവും ഗാനവും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഏത് അവസ്ഥയിലും നിങ്ങളെ സഹായിക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ രാത്രിക്കായി അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. കർത്താവ്, ഗാനങ്ങളുടെയും സന്ദേശങ്ങളുടെയും ഞങ്ങൾ അങ്ങയെ ഉയർത്തുകയായിരുന്നു. അനേകർ ഈ ഗാനങ്ങൾ കേട്ടിട്ടുണ്ട്, സന്ദേശം കേട്ടിട്ടുണ്ട്. അവരുടെ അവസ്ഥകളെ സമ്പൂർണ്ണമായും അങ്ങ് അറിയണമേ. അവരുടെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളെ അവിടുന്ന് മാറ്റണമേ. അവരുടെ പ്രശ്നങ്ങളെ അവിടുന്ന് പരിഹരിക്കണമേ. അവരേകാന്ത ദുഃഖങ്ങളിൽ കഴിയുന്നവരാണെങ്കിൽ കർത്താവേ, അവർ ദുഃഖങ്ങളെ അകറ്റി അങ്ങ് അവർക്ക് സഹായകനായി, കൂട്ടുകാരനായി, നല്ല സഖിയായി ഇരിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കടഭാരങ്ങൾ, വിവിധ പ്രശ്നങ്ങളാൽ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. രോഗികളായി അനേകർ ഈ ഗാനം കേട്ടിട്ടുണ്ട്. കർത്താവേ, അങ്ങ് അവർക്ക് സമീപസ്ഥനായിരുന്ന് രോഗത്തിന് സൗഖ്യം നൽകി സൗഖ്യദായകനായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി ഞങ്ങൾ തിരുമതിക്ക് നോക്കുന്നു. ശുശ്രൂഷയെ മാനിതനായ സ്തോത്രം, അവിടെ നാമത്തെ ഉയർത്തനായ സ്തോത്രം, ത്തോളം സഹായജനായ സ്തോത്രം. എല്ലാ മഹത്വവും കർത്താവിൻ്റെ ഇഷ്ടമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും കാവലും നാം ഏവരോടും പ്രാർത്ഥനയിലെ വിഷയങ്ങളോടും പോലും എമ്പാടും കർത്താവിന് വരുമായി കാത്തിരിക്കുന്ന സകല വിശുദ്ധന്മാരുടെ കൂടെയും ഇന്നും നേക്കും കാലാവസ്ഥ കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.